ഇന്ന് പരിശുദ്ധ നോമ്പിലെ മൂന്നാമത്തെ ദിവസം. ഈ നോമ്പ് കാലത്ത് സഭ നമ്മെ 3 അവശ്യ അനുഷ്ഠാനങ്ങളിലേക്ക് ക്ഷണിക്കുന്നു: പ്രാർത്ഥന, ഉപവാസം, ദാനധർമ്മം. ഇന്നത്തെ സുവിശേഷം വിശുദ്ധ മത്തായി ശ്ലീഹ അറിയിച്ച സുവിശേഷം 6-ാം അധ്യായം 1 മുതൽ 4 വരെയുള്ള തിരുവചനങ്ങൾ. ഇവിടെ ഈ വചനത്തിലൂടെ ഈശോ ദാനധർമ്മത്തെക്കുറിച്ച് പഠിപ്പിക്കുക. Primarily, he teaches about the heart behind it. ഈശോ പറയുകയാണ്, മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി സൽക്കർമ്മങ്ങൾ അനുഷ്ഠിക്കാതിരിക്കാൻ സൂക്ഷിക്കുക. മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ, നോമ്പുകാലം ആരെയും ഇംപ്രസ് ചെയ്യാനുള്ള കാലമല്ല, നമ്മുടെ ആത്മീയതയെ പ്രദർശിപ്പിക്കാനുള്ള സമയവുമല്ല. ഇത് ആന്തരികമായ ഒരു വലിയ പരിവർത്തനത്തിൻ്റെ കാലഘട്ടമാണ്. ശ്രദ്ധിക്കപ്പെടാനോ പ്രശംസിക്കപ്പെടാനോ ഒക്കെ വേണ്ടി മാത്രം നന്മ ചെയ്യുന്നതിനെതിരെ ഈശോ ശക്തമായ മുന്നറിയിപ്പ് ഈ വചനത്തിലൂടെ നൽകുക. കാരണം നമ്മുടെ വിശ്വാസം അതൊരു പ്രകടനമായി മാറുമ്പോൾ, the reward is shallow. It's just a human approval. That's not what we are aiming at. ഈശോ പഠിപ്പിക്കുക, നീ ദാനധർമ്മം ചെയ്യുമ്പോൾ നിന്റെ ഇടത്തുകൈ ചെയ്യുന്നത് വലതുകൈ അറിയരുത്. That's a powerful image. യഥാർത്ഥമായ ദാനധർമ്മം അതെപ്പോഴും നിശബ്ദമാണ്. യഥാർത്ഥ വിശുദ്ധി അത് മറഞ്ഞിരിക്കുക. യഥാർത്ഥ സ്നേഹം അതൊരിക്കലും ശ്രദ്ധ തേടുന്നില്ല. ആത്മാർത്ഥമായ മടങ്ങിവരവിനായി ഈ നോമ്പുകാലം നമ്മെ ക്ഷണിക്കുന്നു. നാം ചെയ്യുന്ന നന്മകൾ ഒരിക്കലും അംഗീകാരത്തിന് വേണ്ടിയാകാതെ ദരിദ്രരിലും സഹിക്കുന്നവരിലും ഉപേക്ഷിക്കപ്പെട്ടവരിലുമൊക്കെ ക്രിസ്തുമുഖം കണ്ടുകൊണ്ടാകട്ടെ. അതേസമയം ദാനധർമ്മം എന്നത് പണം മാത്രമല്ല, നമ്മുടെ സമയം, ക്ഷമയോടുള്ളൊരു സാന്നിധ്യം, അർഹിക്കാത്തൊരുവിന് മാപ്പ് കൊടുക്കുന്നത്, ഇങ്ങനെ എന്തെല്ലാം നമുക്ക് കൊടുക്കാനായിട്ട് സാധിക്കും. ആത്മാർത്ഥമായ സാന്നിധ്യം, ദയയുള്ളൊരു വാക്ക്, പുഞ്ചിരിക്കുന്ന ഒരു മുഖം, നിശബ്ദമായൊരു സേവന പ്രവൃത്തി, ആരുമറിയാതെ മറ്റുള്ളവർക്കായി നാം ഏറ്റെടുക്കുന്ന ത്യാഗം, ഇതെല്ലാം ദൈവദൃഷ്ടിയിൽ വളരെ വിലപ്പെട്ടതാണ്. ഓർക്കുക, ഈശോ വാക്ക് മാറാത്തവനാണ്. അവിടുന്ന് പറയുകയാണ്, രഹസ്യത്തിൽ കാണുന്നു നിങ്ങളുടെ പിതാവ് നിങ്ങൾക്ക് പ്രതിഫലം നൽകും. അതെ, ലോകം കാണാത്തത് ദൈവം കാണും. മറഞ്ഞിരിക്കുന്ന നിന്റെ ത്യാഗങ്ങളെ അവൻ കാണും. യഥാർത്ഥമായ നിന്റെ സ്നേഹം അവൻ കാണും. അതുകൊണ്ട് ഈ വലിയ നോമ്പുകാലത്ത് നിശബ്ദമായി നൽകുന്നവരാകാം, ആത്മാർത്ഥമായി സ്നേഹിക്കുന്നവരാകാം, ഉദാരമായി സേവിക്കുന്നവരാകാം. കയ്യടിക്ക് വേണ്ടിയല്ല, എൻ്റെ ദൈവത്തിനു വേണ്ടി മാത്രം. ഈശോ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.